ഒന്നും അറിയാണ്ട് ഒരു അമ്മ എന്നൊരു വ്യക്തി എന്നെ ഇട്ട് വേദനിപ്പിച്ചു. 2 ദിവസം എനിക്കൊന്നും ഉറങ്ങാൻ പറ്റും. ഇന്നലെ പുലർച്ചെ 4-5 മണിയായിട്ട് ഇതിലൊന്ന് കണ്ണടയ്ക്കും. രാവിലെ എച്ച് പടോടിച്ചിട്ടേ നിങ്ങളുടെ പോലെ അല്ലല്ലോ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കല്യാണം അല്ലായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ചത്. എന്റെ അമ്മയുള്ള അച്ഛനാലും ഇങ്ങനെ ഒരു കല്യാണം അല്ല പ്രതീക്ഷിച്ചിരുന്നത്. നല്ല രീതിയിൽ സത്യം പറഞ്ഞാലോ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വിഷയങ്ങളും. അപ്പൊ ഈ ഒരു വിഷയങ്ങളൊക്കെ ഞാൻ നോക്കിക്കാണുന്ന ഒരു യൂട്യൂബ് ചാനലും അതേപോലെ അതിനകത്ത് പ്രശ്നങ്ങളായിട്ടല്ല ഞാൻ എന്നെ നോക്കിക്കാണുന്നത്. ഞാൻ അതിനെ ഒരു കണ്ണീർ സീരിയൽ എന്നുള്ള രീതിക്കാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. കാര്യം അങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇവരുടെ ഈ കണ്ണീരും ഇതൊക്കെ നല്ല കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നല്ല രസമുണ്ട് ഇവർ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടിരിക്കാനായിട്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ഫാമിലിയുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. മെയിനായിട്ട് ഈ യൂട്യൂബ് ചാനലിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അതേപോലെ ഇവരുടെ 2 മക്കളുണ്ട്. ഇവരാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഇവര് മാറ്റി നോക്കി ഇവരൊരു മോളെ കൊണ്ട് കടന്ന് ആ മോളെ 19 വയസ്സിൽ പിടിച്ച് കെട്ടിക്കാൻ വേണ്ടി കുറെ നാൾ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും നടത്തി. ലാസ്റ്റ് ആ പെണ്ണ് ഇവരെ ഒന്നും വിളിക്കാണ്ട് വേറെ ഏതൊരു ചെക്കനെ കല്യാണം കഴിച്ച് പോയി. ഇവരെ ഇട്ടിട്ട് പോയി. അപ്പൊ ഇവര് ആ പെണ്ണിനെ കുറ്റം പറഞ്ഞിട്ട് കുറെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ട് അവസാനം 2ാമത്തെ മോളെ അപ്പൊ പൊക്കി പിടിച്ചിട്ട് നടക്കണായിരുന്നു. ഇപ്പൊ 2ാമത്തെ മോളും ഇവരിട്ടിട്ട് പോയി. അപ്പൊ ഇവര് വന്നിരുന്നിട്ട് ഇരിന്ന് കരച്ചിലാണെങ്കിൽ അച്ഛനും അമ്മയും. അപ്പൊ നമുക്ക് ഇവരുടെ ആ കരച്ചിലൊന്നാണെങ്കിൽ കേൾക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. 19 വയസ്സിൽ കല്യാണം കഴിപ്പിച്ച കുറ്റം, 20 വയസ്സിൽ കല്യാണം കഴിപ്പിച്ച കുറ്റം, വയസ്സിലെ കല്യാണം കഴിച്ചാലോ നമ്മൾ അനുഭവിക്കണം. ഓക്കെ, അപ്പൊ 19 വയസ്സിൽ കല്യാണം കഴിപ്പിക്കാനായിട്ടാണ് അവര് ആദ്യത്തെ മോളെ കല്യാണം കഴിപ്പിക്കാന്ന് പറഞ്ഞു വെച്ചിട്ടിരുന്ന വെച്ചാൽ. പക്ഷേ അങ്ങനെ വെച്ചിട്ടിരുന്ന ആ ഒരു സംഭവത്തിന് ആ സമയത്ത് ഭയങ്കര രീതിക്കുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയേച്ചു. അത് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ അവര് അതിനിട്ട് ന്യായീകരിക്കാൻ നോക്കണേ. അതായത് 19 വയസ്സിൽ കല്യാണം കഴിപ്പിച്ചാലും ഈ 19 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാറില്ല. ഇപ്പൊ 20 വയസ്സായാൽ തന്നെ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 20-19 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് നമ്മൾ കടക്കുന്നുള്ളൂ. മെയിനായിട്ട് നമ്മുടെ ജീവിതം എന്താണെന്നൊക്കെ അറിഞ്ഞു വരുന്ന ആ ഒരു ടൈമിനകത്ത് തന്നെ ഇവരെ പിടിച്ച് കല്യാണം കഴിക്കാനാണ്. കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിന് ഭയങ്കര എന്തോ മഹത്വമായിട്ടൊക്കെയാണ് ഇവർ വെച്ചിട്ട് കിടക്കുന്നത്. അതായത് അങ്ങനെ ഇവരെ വിമർശിക്കുന്നവരെയൊക്കെ എന്തോ മഹാ അപരാധികൾ എന്നുള്ള രീതിക്കൊക്കെയാണ് ഇവർ വെച്ചിട്ടിരിക്കുന്നത്. ഇനിയും ഞാൻ അഹങ്കാരത്തിൽ പറയും ഞാൻ നല്ലൊരു അമ്മയും നല്ലൊരു ഭാര്യയാണ്. മനസ്സിലായോ? ആ കാര്യത്തിൽ യാതൊരു മാറ്റമില്ല. നിങ്ങൾ എന്തൊക്കെ കൊല വെള്ളി വലിച്ചാലും എന്നിലെ അമ്മ ഞാൻ നല്ലോണം. അതുകൊണ്ട് ഞാൻ 4 പ്രസവിച്ചത്. എന്റെ മക്കളെ നോക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് ഞാൻ 4 പ്രസവിച്ചത്. മനസ്സിലായി? അതൊക്കെ അത്രേ ഉള്ളൂ അമ്മേ. പിന്നെ അമ്മ ഒരു നല്ല അമ്മ തന്നെയാണെന്നാ ഞാൻ പറയുള്ളൂ. ഇത്രയും നല്ല അമ്മേനെ ഞാൻ ഈ ലോകത്ത് വേറെ കണ്ടിട്ടില്ല. കാര്യം അത്രയും നല്ല തങ്കക്കുടം പോലത്തെ ഒരു അമ്മയാണ്. 4 പെറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. 4 പെറാന്നുള്ളത് തന്നെയല്ലേ ഒരു അമ്മയുടെ ഏറ്റവും വലിയ ഒരു അമ്മയാവാനായിട്ടുള്ള ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ. 4 മക്കളെ പെറ്റിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മ അത് പെർഫെക്റ്റ് അമ്മ എവർ. ഭാഗം നിൽക്കാണ്ട് അമ്മ എന്താ പറഞ്ഞെങ്കിൽ അത് കേൾക്കാം. സത്യസന്ധമായ കാര്യം ഈ വീട്ടിലെ അമ്മയുടെ ഭാഗത്ത് നടന്നിട്ടുള്ളൂ. അത് നടക്കുമ്പോ ഞാനത് ചിന്തിക്കാറില്ല. ഞാൻ 26 വർഷമായിട്ട് എന്താണ് എന്റെ ഭാര്യ എന്താന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് തെറ്റില്ലാത്ത കാര്യത്തിൽ തെറ്റുണ്ടാവില്ല എന്നുള്ള കാര്യത്തിലാണ് ഞാൻ അത് ശ്രദ്ധിക്കാണ്ടില്ല. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അത് രൂക്ഷമാവും. അതുകൊണ്ടാണ് നമ്മളത് കുറെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടക്കുന്നത്. മനസ്സിലാക്കണം. അങ്ങനെ തന്നെയല്ലേ ഒരു അച്ഛൻ ഒരു വീട്ടിന്റെ ഒരു ഗൃഹനാഥം വേണ്ടത് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. കാര്യം ഭാര്യ എന്ത് പറഞ്ഞാലും എന്ത് തോന്നിവാസം പറഞ്ഞാലും ഭാര്യയല്ലേ. അതുകൊണ്ട് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നോളൂ. നമ്മൾ അതിനകത്തൊന്നും പ്രതികരിക്കാൻ പോകരുത്. ഇപ്പൊ വീട്ടിലെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനകത്തൊന്നും നമ്മൾ പ്രതികരിക്കരുത്. അതേപോലെ നമ്മളെല്ലാം ഭാര്യ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഒരു പ്രശ്നമില്ല അങ്ങനെ പറഞ്ഞിട്ട് വേണം തന്നെ നിൽക്കാൻ. അങ്ങനെ ഈ അച്ഛൻ നിന്നതിനകത്ത് ഞാൻ ഈ അച്ഛനെ ഒരിക്കലും തെറ്റ് പറയില്ല. തെറ്റ് പറയുന്നവരെ എന്റെ കൈ വരാത്ത കുട്ടികളെ കല്യാണം കഴിപ്പിക്കുകയാണ്. അത് പഠിപ്പിച്ചില്ല. എനിക്ക് പഠിക്കണ്ട, എനിക്ക് ജോലിക്ക് പോകണ്ട, ഞാൻ ഒരു കടയിലേക്ക് ഒറ്റയ്ക്ക് പോവില്ല എന്ന് പറഞ്ഞാണ് ഞാൻ എന്താ ചെയ്യണ്ട പറ. ഞങ്ങൾ കാറിൽ പോയി ഇറങ്ങിയിട്ട് ആ ഷോപ്പിൽ നിന്ന് ഒരു സാധനം മേടിച്ചു പെറ്റില്ല എന്ന് പറഞ്ഞാണ് ഞാൻ എന്ത് ചെയ്യണം? പഠിക്കണ്ട എന്ന് പറഞ്ഞാണ് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പഠിച്ച് പരീക്ഷ എഴുതിയ മതിയാ? പിന്നെ തല്ലി വിടുക. ആ തല്ലി വിടാൻ ഇപ്പൊ തല്ലി അത് തിരിച്ചു വരണ കേസാ. ഇപ്പൊ ഞങ്ങളുടെ മോളെ തല്ലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇതിന്റെ പേരിൽ ഞങ്ങൾ കേസ് കൊടുക്കുക അല്ലേ? ഇനിയിപ്പോ പഠിക്കാൻ ചേർത്തി എൻ്റെ ഗൂഗിൾ പേ ചേർത്ത ആളുടെ ഫോണിൽ എൻ്റെ ഗൂഗിൾ പേ ഉണ്ടായത്. ഇത്ര രൂപ അടയ്ക്കട്ടെ? അടച്ചോ. ഇത്ര രൂപ ബുക്കിന് അടയ്ക്കണം? അടച്ചോ. ഈ അടയ്ക്കണത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്ലാസ്സിൽ കയറുന്നതോ കാര്യങ്ങളോ ഞാൻ കാണില്ല. ഞാൻ ചോദിക്കും ഓൺലൈൻ ക്ലാസ്സിൽ കയറണോ? ഇതിന് ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ
ഇങ്ങനത്തെ ഒരു മക്കള് വന്നതൊക്കെ ഇവരുടെ തെറ്റാണ്. അതൊക്കെ മക്കളുടെ പ്രശ്നമാണ്. അല്ലാണ്ട് മക്കളെ വളർത്തി ഇങ്ങനെ ആക്കിയതിനകത്ത് ഇവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. മക്കളെ പെറ്റിട്ടതിൽ മാത്രമാണ് ഇവരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. പെറ്റിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം, അതായത് മക്കള് ഭൂമിയിലേക്ക് വീഴുന്നത് വരെ അവിടെ നിന്ന് കഴിഞ്ഞ് ഈ നമ്മുടെ അമ്മ അച്ഛൻ്റെ പണി എന്ന് പറഞ്ഞാൽ അവിടെ തുടങ്ങി കഴിഞ്ഞ് പിന്നെ മക്കളുടെ ഇഷ്ടമാണ്. മക്കളെ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ. അതിപ്പോ നിങ്ങൾ പലരും പറയുമായിരിക്കും 18 വയസ്സ് വരെ കാത്തിരിക്കണം. അങ്ങനെയൊന്നുമില്ല. മക്കളെ എപ്പോൾ ജനിച്ചു വീണോ അപ്പൊ തുടങ്ങി മക്കളുടെ ഇഷ്ടമാണ്. മക്കളെ എങ്ങനെ ജീവിക്കണം അതൊക്കെ മക്കളുടെ ഇഷ്ടം. മക്കള് പഠിച്ചില്ലെങ്കിൽ മക്കളുടെ കുറ്റം. നിങ്ങൾ മക്കളെ തെറ്റി പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഈ പാവം അച്ഛനും അമ്മേനെ ഇതൊക്കെ പറയുന്നത്? അവരുടെ ആ ഒരു കരച്ചിലൊക്കെ കണ്ട അവരുടെ ആ ഒരു വിങ് പൊട്ടിയിട്ടുള്ള ഇനി കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പൊട്ടി അങ്ങ് തെറിക്കും. അപ്പൊ നമുക്കത് കാണാം. കരയും നെഞ്ചിങ്ങനെ കിടന്ന് പിടയ്ക്കുന്നുണ്ട്, മനസ്സിലായ? പക്ഷെ കരയാണ്ട് നോക്കുക. പിന്നെ ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങളുടെ കണക്ക് ഈ 4 മക്കളെക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ആ ഒരാൾക്ക് വേണ്ടി തന്നെയാണ്. നല്ലപ്പകാലം മുഴുവനെ RCSിനുള്ളിലായിരുന്നു ജീവിതം. RCSിനുള്ളിൽ പോയി കയറിയോട്ടും അതിനുള്ളിൽ കിടന്നവർക്ക് അതിന്റെ അവസ്ഥ കാശിനല്ല കണക്ക്. നമ്മൾ ചെയ്തത് നോക്കേണ്ട കടമ തന്നിൽ ജനിപ്പിച്ച നോക്കേണ്ട കടമ ഉണ്ട്. അവര് ഏത് മക്കള് ചെയ്യണത് അതിന് തോന്നിയാസം മക്കൾ എന്ത് തോന്നിവാസം ചെയ്താലും അത് കണ്ടു നിൽക്കലാണ് ഒരു അച്ഛനും അമ്മയും. ആവുമ്പോ ചിലപ്പോ പ്രതികരിക്കും, ചിലപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തെന്നൊക്കെ വരും. പൊന്നു ഇവരുടെ കരച്ചിലൊക്കെ കാണുമ്പോഴത്തേക്ക് ശരിക്കും നല്ല ചിരി വരണ്ടട്ടാ. ഇവർ ഇതൊന്ന് വന്നിട്ട് ഇത് തന്നെയാണ് ഇവരെല്ലാ വീഡിയോനകത്ത് ഭൂരിഭാഗം വീഡിയോനകത്ത് ഇവർ ഇത് തന്നെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് വീഡിയോ എടുത്താലും ഇവരെന്താണ് ചെയ്യുന്നത്? മക്കളെ പഠിപ്പിച്ചതിനും മക്കളെ ഇങ്ങനെ ജനിപ്പിച്ചതിനും ഒക്കെ ഇരുന്ന് കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ജനിച്ച് വീഴുമ്പോ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു കണക്കാണ്. ഈ ഭൂരിഭാഗം മക്കളും കേട്ടിട്ടുണ്ടാവും 10 മാസം നിന്നെ ചുമന്നിട്ടാണ് നിന്നെ ഞാൻ വളർത്തിയെന്നുള്ള സംഭവം അമ്മയുടെ കയ്യിൽ നിന്ന് കേൾക്കണ്ടാവും. അപ്പൊ ആ ഒരു സംഭവം ഉള്ള പോലെ തന്നെ, അതായത് നമ്മൾ ജനിച്ചു വീണോ നമ്മൾ നോക്കിയിട്ടുണ്ടോ അതിനൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ട് അത് പബ്ലിക്കായിട്ടാണ് പറയണേന്നുള്ളതാണ്. ഒരു ഉളുപ്പില്ലാണ്ട് പബ്ലിക്കിന്റെ അടുത്താണ് വന്നിട്ട് സ്വന്തം മക്കളുടെ കുറ്റം പറഞ്ഞിട്ടിരിക്കുന്നത്. ഭയങ്കര കാര്യമായി പോയിട്ടോ. ഇത്ര നാളും ഞങ്ങൾ അനുഭവിച്ചു വന്ന ജീവിതം എന്താണെന്നറിയും? 26 വർഷത്തിനോട് ഞങ്ങൾ അനുഭവിച്ചെങ്കിലും പുറം ലോകത്ത് ചിരിച്ചിട്ട് എന്നെ നിന്ന്. പിന്നെ ദാരിദ്ര്യം പറഞ്ഞിട്ട് നീ ഒന്ന് കൊടുത്തിട്ടില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മാത്രം ഇതൊക്കെ അനുഭവിക്കണുള്ള നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളവരാരും ഒന്നും അനുഭവിക്കാണ്ട്, അതായത് ജനിച്ചു വീണപ്പോ തന്നെ ഈ സ്വർണ്ണ കരണ്ടിയായിട്ടാണ് ബാക്കി എല്ലാവരും ജനിച്ചു വന്നതെന്നാണ് തോന്നുന്നു ഇവരുടെയൊക്കെ വിചാരം. ഇവർ മാത്രം കഷ്ടപ്പെടണുള്ളൂ, ബാക്കി എല്ലാവരും സുഖ ജീവിതമായിട്ടാണ് വരുന്നത് എന്നാണ് തോന്നുന്നത് ഒരു ചിന്ത. ആത്മഹത്യ ചെയ്യാന്നുള്ള മനസ്സിലേക്ക് ഒന്നും അറിയാണ്ട് ഒരു അമ്മ എന്നൊരു വ്യക്തി എന്നെ ഇട്ട് വേദനിപ്പിച്ചു. ഒരൊറ്റ കാരണമായിരിക്കും എൻ്റെ മരണത്തിനുള്ള ഉത്തരവാദി. അല്ലാണ്ട് വേറൊരു കാരണം എനിക്ക് എങ്ങനെ മരിക്കാനും മനസ്സ് വെന്ത് അറ്റാക്ക് ആയിട്ട് ചെയ്യാൻ നിങ്ങളോ ഓരോരുത്തരുടെ 2 ദിവസമായിട്ട് എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റും. ഇന്നലെ പുലർച്ചെ 4-5 മണിയായിട്ട് ഇതിലൊന്ന് കണ്ണടയ്ക്കും. രാവിലെ എനിക്ക് പണോടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പോലെ അല്ലല്ലോ ഭക്ഷണം വെച്ചോടക്കട്ടെ. എന്നിട്ട് ചെറിയ മക്കളിനെ അവിടെ. നിനക്കൊക്കെ മനസ്സാക്ഷി ഉണ്ടാണ് ആ അമ്മേനെ അച്ഛനെയും പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? കാര്യം അവർ ആ ഉള്ളു പൊങ്ങിയിട്ടുള്ള ആ ഒരു കരച്ചിൽ കണ്ട, ആ ഒരു കരച്ചിലിനകത്ത് കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ ഉത്തരവാദിത്തം പറയും എന്നാണ് അവർ പറയുന്നത്. അതായത് അവരെ വിമർശിക്കുന്നവരെ ആ ഒരു എന്താണോ അവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് എടുക്കുക, അതൊന്നുമല്ല അവർ ചിന്തിക്കുന്നത്. അവരെ വിമർശിച്ചോ ഒന്ന് അവരൊക്കെ ഏതോ കൊടൂര കുറ്റം ചെയ്തിട്ടുള്ള എന്തോ ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ചെയ്തവരെല്ലാമാണ് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെല്ലാവരുമാണ് അതിന് ഉത്തരവാദികൾ എന്ന് പറഞ്ഞിട്ടൊക്കെ കരയുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഈ ഒരു കരച്ചിലൊക്കെ ഒരു സൈഡിനകത്ത് നടക്കുന്നുണ്ട്. ഇനി ഇവരുടെ ഈ ഒരു ഇപ്പൊ പോയ മോളുണ്ടല്ലോ, അതായത് ഇവരെ ഒന്നും വിളിക്കാണ്ട് ഇപ്പൊ പോയി കല്യാണം കഴിച്ച ഇവരുടെ 2ാമത്തെ മോള് കുഞ്ഞെന്ന് പറയുന്ന ആ മോളും അതേപോലെ ഈ ഇപ്പൊ കെട്ടിയോനും കൂടെ വന്നിട്ട് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന്. അപ്പൊ അതൊന്ന് കണ്ടു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കല്യാണം അല്ലായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ചത്. എന്റെ അമ്മയുള്ള അച്ഛനാലും ഇങ്ങനെ ഒരു കല്യാണം അല്ല പ്രതീക്ഷിച്ചിരുന്നത്. നല്ല രീതിയിൽ സത്യം പറഞ്ഞല്ലോ അമ്മ അച്ഛനൊക്കെ കരഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ കരഞ്ഞത് ഒരിക്കലും ഞങ്ങൾ ചെയ്തൊരു കാര്യം കൊണ്ടല്ല, ഇതിങ്ങനെ ആയിപ്പോയുണ്ട്. കാരണം അത്ര ഗംഭീരമായിട്ട് നമ്മൾ വെച്ച ഒരു കല്യാണമായിരുന്നു. ഇങ്ങനെ ആയി പോവാൻ കാരണങ്ങൾ കുറേ ഉണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ ഇപ്പൊ പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഇഷ്ടം താല്പര്യമില്ല. ഇനി നല്ല വീഡിയോസ് ആയിട്ട് പോവാന്ന് വെച്ചാൽ പക്ഷെ ഞങ്ങൾ പറയണില്ല എന്ന് പറയില്ല. എന്തെങ്കിലും അത്ര സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ അത് പറയും. പക്ഷെ അമ്മ ഈ അച്ഛൻ വന്നിട്ട് അല്ലേ ഞങ്ങൾ കല്യാണം നല്ല രീതിയിൽ നടത്തണം. എന്താ വെച്ചാൽ എൻ്റെ അച്ഛനമ്മയ്ക്കും അത്രയും ആഗ്രഹങ്ങളുണ്ട്. പിന്നെ അവര് ഇതിങ്ങനെ ഒരു കാര്യത്തിന് നമുക്ക് കൂട്ട് നിന്നത് നമ്മുടെ അവസ്ഥ അത്രയും മനസ്സിലായി.
ഇവര് പിന്നെ ഇത്രയും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അല്ലാണ്ട് അപ്പുറത്തെ അച്ഛനും അമ്മേനെയും പോലെ വന്നിരുന്ന് കരഞ്ഞ് വിളിച്ച് മക്കൾക്കുടെ കുറ്റം പറയാ, അതേപോലെ മകളെ ഒന്നിനും കൊള്ളാത്തവളാണെന്ന് പറയാ, അതേപോലെ അവള് ഞങ്ങൾ ഇത്ര നാള് ഞങ്ങളെ പറ്റിക്കാന്ന് അങ്ങനെ വന്നിട്ട് ഈ മകളുടെ കുറ്റം പറയലോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇവര് കാണിച്ചിട്ടില്ല. അതായത് അവരെ അങ്ങോട്ട് ഇവര് കുറ്റം പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ഇവര് ഒരിക്കലും അങ്ങനെ തള്ളി പറയാൻ പറ്റൂല. അതായത് ഇവര് നല്ല നല്ല ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ പറഞ്ഞ് നാക്കെടുത്ത് ഉള്ളിലേക്ക് ഇടുമ്പോഴായിരിക്കും ഇവർ ചിലപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നത്. അതായത് അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെങ്ങനെ, കാര്യം നമുക്ക് അനുഭവം ഉണ്ട്. ഇതേപോലെ ഫാമിലി വ്ളോഗേഴ്സിനെ നമ്മൾ ആദ്യമായിട്ടൊന്നല്ല കാണണം. ഈ അടുത്ത് തന്നെയാണ് നമ്മൾ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമൊക്കെ കണ്ടത്. അപ്പോൾ അത് അറിയാലോ, ഫസ്റ്റ് ഇതേപോലെ മാന്യമായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, പിന്നെ അങ്ങോട്ട് മൊത്തം പൂര അടിയും ബഹളവും അതൊക്കെയായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ കണ്ടത്. അപ്പോൾ അതേപോലുള്ള ഒരു വിഷയം തന്നെ ആവോ ഇത്, എവിടം വരെ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് കണ്ടറിയാം ഈ കണ്ണീർ സീരിയലിന്റെ ഒരു അവസാനം എവിടെയായിരിക്കും. അതുപോലെ പാവ അമ്മയുടെ കരച്ചിൽ, ആ അച്ഛൻ്റെ ആ ഒരു ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള ഇരിപ്പ്, ഈ മനസ്സ് ഇവിടെ കൊണ്ട്. അപ്പൊ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ